ഈ യുവജന സംഘം വിയ്യൂരിന്റെ പുലിമടയിലാണ്. കഴിഞ്ഞ 2 തവണയുമായിട്ട് വിയ്യൂരാണ്, അതായത് ഈ യുവജന സംഘമാണ് കപ്പിടിച്ചിരുന്നത്. ആ സംഘത്തിനൊപ്പം അവരുടെ പുലിമടയിലാണുള്ളത്. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സേതു പറഞ്ഞതുപോലെ ഞാൻ ചൂടുവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടുത്തെ മെയിൻ പുലിയാണ് ഈ നിൽക്കുന്നത്. ഈ പുലി എൻ്റെ നൃത്തം കണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഇറങ്ങില്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയാലോ എന്ന് കരുതി മാത്രം ഞാനിപ്പോൾ ചുവട് വെക്കുന്നില്ല. പിന്നീട് ഞാൻ ചുവട് വെക്കുന്നതായിരിക്കും. പറഞ്ഞു വന്നത്, കഴിഞ്ഞ 2 തവണയും കപ്പടിച്ച സമ്മാനം നേടിയ ഒരു ടീം കൂടിയാണ് യുവജന സംഘം വിയ്യൂര്. അവരതാ അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന ചേട്ടൻ കഴിഞ്ഞ 30 വർഷമായി ഈ ഫീൽഡിൽ തന്നെയുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും അതോടൊപ്പം തന്നെ കോവിഡിന്റെ സമയത്തും മാത്രമാണ് ഈ പുലികൾ ഇല്ലാതിരുന്ന സമയം. ആ 2 സമയം ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ 30 വർഷമായി സജീവമാണ്. ചേട്ടാ, എങ്ങനെ ഇത്തവണത്തെ ഒരു പുലികളി, എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ? ഇത്തവണ 100% ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 2 തവണയും പുതുമകൾ കൊണ്ട് നമ്മൾ ഞെട്ടിച്ചാണ് എല്ലാ. എന്തെങ്കിലും സർപ്രൈസ് പ്രതീക്ഷിക്കാവോ യുവജന സംഘം വിയ്യൂരിൽ നിന്ന്? സർപ്രൈസ് ഉണ്ടല്ലോ, ഉണ്ട് 100% ഉറപ്പാണ്. അതൊക്കെ വരും. സർപ്രൈസൊക്കെ നമ്മള് ആൾക്കാർ 51 പേരുണ്ട് തോന്നല്ലേ? നിങ്ങൾ ഇവിടെ 51 പേരുണ്ട്. എല്ലാരും റെഡിയാവല്ലേ? തുടങ്ങുന്നതേ ഉള്ളൂ അല്ലേ? തുടങ്ങുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 2 തവണയും എന്നെ തന്നെയാണ് ഏറ്റവും ആദ്യം വിളക്ക് വെച്ചതിന് ശേഷം ഏറ്റവും ആദ്യം കുറി തൊട്ട് പെയിന്റിങ് തുടങ്ങിയത്. ഈ തവണയും എന്നെ തന്നെയാണ് തുടങ്ങിയത്. കൊച്ചുമോനുണ്ട്, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു. അതിങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടോ ഇത്തവണ? എൻ്റെ മകളുടെ കുട്ടി 5 വയസ്സാവുന്നേ ഉള്ളൂ. ആ കുട്ടിയും ഈ തവണ വേഷമുണ്ട്. കാരണം എൻ്റെ 30-ാം വർഷമാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? അത് മോശമല്ലേ? അപ്പൊ എൻ്റെ 30-ാം വർഷമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്, ഈ കലയോടുള്ള എൻ്റെ ഇതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്, എൻ്റെ മകളുടെ കുട്ടിയെ, ആൺമക്കളിൽ എനിക്ക് പെൺമക്കളാണ്. അപ്പോൾ എൻ്റെ മകളുടെ കുട്ടിയെ വേഷം ഇടിക്കുക എന്നുള്ളതാണ്. ആള് വളരെ ആഗ്രഹത്തിലാണ്, ഉഷാറിലാണ്. ആള് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തും, എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്കുള്ള വേഷങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് കഴിഞ്ഞ 30 വർഷമായി അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ഇത് പുലിയെ ഒരുക്കുന്നതിലുള്ള തിരക്കിലാണ്. ചേട്ടാ, എത്ര നാളായി ഈ ഒരു ഫീൽഡില്? അതെ, അയ്യോ, ഇത് സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ 10-40 വർഷം മേലെയുണ്ട്. എങ്ങനെ പുലിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ? അതോ ഈ ഒരുക്കം മാത്രമാണോ? ഒരുക്കം മാത്രമാണ്. മെയ്യെഴുത്ത് വരകള്. എങ്ങനെ എത്ര ടൈം എടുക്കും നമ്മളൊരു പുലിയെ നമ്മളൊന്ന് ഒരുക്കി ഇറക്കാനൊക്കെ ആയിട്ട്? എത്ര സമയം? 1 മണിക്കൂർ ഒരു പുലിയുടെ ഫിഗർ മാത്രം. ഫിഗർ വരയ്ക്കലാണ് ആ ദൗത്യം. എനിക്ക് തോന്നുന്നു ഇത് പുള്ളിപ്പുലിയാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഒരുപാട് സസ്പെൻസ് ഇത്തവണ ഉണ്ടാവും തോന്നുന്നു. കാരണം കഴിഞ്ഞ 2 തവണയും കപ്പടിച്ച ടീമാണ്. അപ്പോൾ ഇത്തവണ ഹാർട്ടിക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വേഷങ്ങൾ ഉണ്ടാവും. അത് കാണുന്നവരെ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള വേഷങ്ങൾ ഉണ്ടാവും ഇത്തവണ വിയ്യൂരിൽ നിന്ന് അല്ലേ? മാത്രമല്ല പ്രൈസ് എടുക്കണ്ടേ? ഹാട്രിക്കാണ് സ്വപ്നം. അതാണ്, അത് തന്നെയാണ് ഇത്തവണ വിയ്യൂര് പ്രതീക്ഷിക്കുന്നത്. ഹാട്രിക് ആണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ എന്താ പറയാ സർപ്രൈസുകളും വിയ്യൂരിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലതാ. അവിടെയും ഈ പറയുന്നത് പോലെ തന്നെ പുലി ഒരുങ്ങുന്നുണ്ട്. കൂടാതെ റഹീമിലേക്ക് മടങ്ങിയെത്താം.